ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ആമസോണിൽ ഗ്രേറ്റ് സമ്മർ സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 1 തൊട്ടാണ് ഈ ഒരു സെയിൽ തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഓഫേഴ്സ് സ്മാർട്ട് ഫോൺസിന് ഇപ്രാവശ്യം ആമസോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നല്ല നല്ല ഡീൽസ് മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാ ഫോണൊന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. ബെസ്റ്റ് ഫോൺസ് മാത്രമേ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്രാവശ്യം HDFCയുടെ ബാങ്ക് കാർഡ്സിലാണ് ഓഫേഴ്സ് വരുന്നത്. അതും ക്രെഡിറ്റ് കാർഡ് ആൻഡ് EMI ട്രാൻസാക്ഷനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഡെബിറ്റ് കാർഡിലൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ആരുടെ കയ്യിലുണ്ടെങ്കിലും എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഓഫറിന് കിട്ടും. അല്ലെങ്കിൽ വലിയ പ്രൈസ് കുറയാൻ വേണ്ടി ഒന്നും പോകുന്നില്ല. ആദ്യം തന്നെ സാംസങ്ങിൻ്റെ ഒരുപാട് ഫോൺസിന് ഓഫേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള S24 Ultra. ഇപ്പോൾ അതൊരു പ്രീവിയസ് മോഡലായി. ആ ഒരു ഫോണിന് 85,000 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. അതായത് ഒരു 1.25 ഒരു 1.20 ആ റേഞ്ചിലൊക്കെ ഉണ്ടായ മോഡലാണ് ഇപ്പം 85,000 രൂപ കിട്ടുന്നുണ്ട്. ബെസ്റ്റ് ഡീലാണ്, വേറെ ഒന്നും പറയാനില്ല. 85,000 രൂപയ്ക്ക് S24 Ultra ബെസ്റ്റാണ്. പുതിയ S24 Ultra വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇതെടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ഡീലാണ്. അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള S25 പോലും നല്ല ഓഫർ വരുന്നുണ്ട്. S25 68,000 രൂപക്കാണ് ആ ഒരു ഫോൺ കിട്ടുന്നത്. ഇറങ്ങിയത് 80,000 ആ റേഞ്ചിലായിരുന്നു. ഇപ്പം 68,000 രൂപക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോണാണ്. പിന്നെ ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ M35 ഒരു 15,000-16,000 രൂപ റേഞ്ചിലായിരുന്നു ഇപ്പം സെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പം അത് ഇറങ്ങിയത് 20,000 രൂപക്കാണ്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 14,000 രൂപക്ക് ആ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ M06 എന്ന മോഡൽ ഒരു 10,000 രൂപയുടെ ഫോണാണ്. ഈ ഒരു ഓഫറിലാണെങ്കിൽ ആ ഒരു ഫോൺ വന്നിട്ട് 8,000 രൂപക്ക് കിട്ടുന്നുണ്ട്. അതും ഒരു എന്താ പറയുക, ഭയങ്കര വലിയ ഫോണൊന്നല്ല. പക്ഷേ സാംസങ് എന്ന ബ്രാൻഡ് വൈസ് നോക്കുമ്പോൾ അതൊരു ബെസ്റ്റ് ഫോണാണ്, അങ്ങനെ പറയാനുള്ളൂ. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ M16 എന്ന മോഡൽ വരുന്നുണ്ട്. 10,749 രൂപക്കാണ് ഓഫ് പ്രൈസ് ആയിട്ട് വരുന്നത്. ആക്ച്വൽ പ്രൈസ് 12,500 അതും ഇതുപോലെ തന്നെയാണ്. ബെസ്റ്റ് അല്ല, പക്ഷേ സാംസങ് എന്ന ബ്രാൻഡ് നോക്കുമ്പോൾ നല്ല ഫോണാണ്, വലിയ കുഴപ്പങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. അപ്പോൾ ഇത്രയും ഫോൺസിനാണ് സാംസങ് ഓഫേഴ്സ് വരുന്നത്. പിന്നെ OnePlus ഫോൺസിനും ഓഫേഴ്സ് വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലില്ലാത്ത കാര്യമാണ് OnePlusൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OnePlus 13 അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൻ്റെ പ്രൈസ് വന്നിട്ട് 62,000 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 70,000 രൂപയാണ്. അപ്പം നല്ല ഒരു പ്രൈസ് ഡ്രോപ്പ് ആ ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നെ OnePlusൻ്റെ 13R ആണെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസ് 40,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതും നല്ലൊരു വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ Nord CE4 എന്ന മോഡൽ, അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 25K റേഞ്ചിലായിരുന്നു ഉണ്ടായത്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 20,000 രൂപയ്ക്ക് ആ ഒരു മോഡലും കൂടെ കിട്ടുന്നുണ്ട്. അതിനും അത്യാവശ്യം നല്ല പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി, എന്നാലും അത്യാവശ്യം നല്ല ഫോണാണ്. അങ്ങനെ വലുതായിട്ടും ഞാൻ നല്ലത് പറയുന്നില്ല, എന്നാലും ഒരു ബെസ്റ്റ് ഫോണാണ്. പിന്നെ Nord 4 30,000 രൂപയുടെ ഒക്കെ റേഞ്ചിൽ ഉണ്ടായ മോഡലാണ്. ഇപ്പം 25,000 രൂപ കിട്ടുന്നുണ്ട്. മെറ്റൽ ബാക്കൊക്കെ ആയിട്ട് വരുന്ന മോഡലാണ്. ഒരു വെറൈറ്റി ലുക്കൊക്കെയാണ് ആ ഒരു ഫോൺ തരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു OnePlusൻ്റെ മോഡൽ കൂടിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന IQ എന്ന ബ്രാൻഡ് ഫോൺ. കാരണം IQ ഇറക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഫോണും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. മോട്ടോറോള പോലെ തന്നെ IQയും ഒരു ബെസ്റ്റ് ഡീൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഓൾറൗണ്ടർ ഫോണായിരിക്കും. ഓൾറൗണ്ടർ അല്ല, പെർഫോമൻസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോണായിരിക്കും എപ്പോഴും തരാറ്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് IQ Neo 10R ഓഫർ ഉണ്ടോ എന്നുള്ളതാണ്. IQ Neo 10R ഓഫർ ഉണ്ട്, ബാങ്ക് ഓഫർ മാത്രമേ ഉള്ളൂ. അതായത് 25,000 രൂപയാണ് ഓഫറായിട്ട് വരുന്നത്. നോർമൽ 28,000 രൂപയുണ്ട്. നോർമൽ ബാങ്ക് ഓഫറാണ്, അല്ലാതെ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുള്ളത്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കുറയാത്തത്. പിന്നെ IQയുടെ 12 ഒരു പ്രീവിയസ് മോഡലാണ്. അതിന് 43,000 രൂപ കിട്ടുന്നുണ്ട്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പിൽ ഒരു 50,000 രൂപ എബോവ് ഉണ്ടായ മോഡലാണ്. 43,000 രൂപ കിട്ടുമ്പോൾ അത് നല്ല വേർത്താട്ടോ, നല്ല വേർത്താണ്. നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചിൽ എല്ലാം കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ തീ ലെവലാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള IQയുടെ 13 ആണെങ്കിൽ ഓഫർ പ്രൈസ് വന്നിട്ട് 52,000 രൂപയാണ് വരുന്നത്. ഇറങ്ങിയത് ഒരു 55,000 രൂപ റേഞ്ചിലാണ്. ഒരു ചെറിയൊരു പ്രൈസ് ഡ്രോപ്പും ആ ഒരു ഫോണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ IQയുടെ Z9S എന്ന മോഡൽ 20,000 രൂപയുടെ ഫോണാണ്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 17,000 രൂപ കിട്ടുന്നുണ്ട്. ആ റേഞ്ചിലെ ഒരു നല്ലൊരു ഫോൺ കൂടിയാണ് IQയുടെ Z9S എന്ന മോഡൽ കൂടി. അപ്പോൾ ഇത്രയും ഫോൺസിനാണ് ആമസോണിൽ നോക്കിയ സമയത്ത് നല്ലൊരു ഡീലായിട്ട് തോന്നിയത്. വേറെയും ഒരുപാട് ഫോൺസുണ്ട്. ഒട്ടുമിക്ക ഫോൺസിൻ്റെയും ബാങ്ക് ഓഫറാണ് വരുന്നത്, അല്ലാതെ ഒരു പ്രൈസ് ഡ്രോപ്പ് ആയിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഫോൺസൊക്കെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി
വൈകണ്ട, ഈ ഒരു ഓഫർ തന്നെ വാങ്ങിച്ചോളൂ. നല്ല ഡീലാട്ടോ എല്ലാ ഫോണിനും വരുന്നത്. പിന്നെ ബാങ്ക് കാർഡ് ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടൊക്കെ വാങ്ങാൻ നോക്കുക, എന്നാൽ നല്ലൊരു ഡീലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അബിന സൈനിങ് ഓഫ്. ബൈ.